പുരുഷന്മാരെന്തുകൊണ്ട് ഇവരുടെ അടുത്ത് പോകുന്നു? സ്ത്രീകളെ കിട്ടില്ലേ? 2500 രൂപ കൊടുത്താലും 3000 കൊടുത്താലും സ്പാ സെന്ററിൽ കിട്ടില്ലേ? പിന്നെ കൂടുതൽ ആൾക്കാർക്ക് പുരുഷ വേശ്യകളെ കുറിച്ച് അറിയില്ല. അത് കുറച്ച് ആൾക്കാർക്ക് അറിയത്തുള്ളൂ. സ്ത്രീകളിൽ നിന്ന് പണം വാങ്ങിയിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന ആൾക്കാർ കേരളത്തിലൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ ഈ മെയിൽ അവര് പുറത്ത് പറയാനായിട്ട് പബ്ലിക്കായിട്ട് പറയാൻ അവര് ബുദ്ധിമുട്ടുന്നുണ്ട്. പബ്ലിക്കായിട്ട് അങ്ങനെ പറയാൻ ചാൻസ് കുറവായിരിക്കും അവര്. അപ്പൊ ഇവരുടെ ഒരു മുദ്ര കുത്തിയിരിക്കുകയാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് വേണ്ടിയിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. ആദ്യം വന്ന ആൾക്കാർ വന്ന് ചോദിക്കുക ഈ ട്രാൻസ്ജെൻഡറിനോടായിരിക്കും റേറ്റ് ചോദിക്കുന്നത്, പോകാവുന്നതും ഒക്കെ. പക്ഷെ ആ സ്ത്രീയോടും ചോദിക്കില്ല, ഈ ബോയോടും ചോദിക്കൂല. ഈ കുറ്റം പറയുന്ന ആൾക്കാർ തന്നെയാണ് വർക്ക് ചെയ്യുന്ന വിഭാഗത്തിന്റെ ആൾക്കാരുടെ അടുത്തോട്ട് ചെല്ലുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എന്തിന്റെ അടിസ്ഥാനം ആണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ചിലപ്പോൾ അതല്ല എന്ന് പറയുന്നത് വാദിച്ചിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അതല്ല. ഇപ്പം ഞാൻ 1000 ബേബിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോയി ഡോറി മുട്ടിയാൽ അവർ തുറക്കുന്ന ആൾക്ക് പ്രൊട്ടക്ഷൻ ഒന്നും അല്ലായിരുന്നു. നല്ല ടീമായിരുന്നു. ഫോട്ടോഗ്രാഫർമാരെ വിളിച്ചു പറയാൻ നമുക്ക് അങ്ങനെ ഊടായിട്ടുള്ള റൂമിൽ വെച്ചിട്ടുള്ള വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഫേക്കായിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ട്രാൻസ്ജെൻഡർ ആണ് അല്ലെങ്കിൽ ഞാൻ ഒരു സ്ത്രീയായി എന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മളെങ്ങനെ തിരിച്ചറിയാറ്? കാരണം അവർക്ക് ഒരു കോട്ടം തട്ടുന്നുണ്ട് ഇവരെ കൊണ്ടിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാം? ഫേക്കായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇവിടെ എത്തിയത് വളരെ സ്ട്രഗിൾ ചെയ്തും മെൻ്റലി ഫിസിക്കലിയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. സമൂഹത്തിൽ നിന്നും നിയമപരമായിട്ടായാലും പോലീസിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയത്. അപ്പോൾ ഇങ്ങനൊന്നും അല്ലാതെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. പുതിയ കമ്മ്യൂണിറ്റികൾ വരുന്നുണ്ട്. പക്ഷെ അവരല്ല ഉദ്ദേശിച്ചത്. അല്ലാതെ ഈ ഫേക്കായിട്ട് ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ഡ്രസ്സ് ഇട്ടും വെച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ട്രാൻസ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ സമൂഹം വിചാരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നിയമപാലകർ വിചാരിക്കുന്നത് എന്താണ്? അവരും കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന പ്രശ്നം അവരും കമ്മ്യൂണിറ്റി ആണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അപ്പൊ അതിനൊരു മാറ്റം വരുന്നത് അവർ തിരിച്ചറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം വന്നിട്ടുണ്ട്. ആർക്കും ഞാനൊരു കമ്മ്യൂണിറ്റി ആണ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവര് ട്രാൻസ്ജെൻഡർ ആണ്. അപ്പൊ അതും ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കൂടും, പ്രോബ്ലംസ് കൂടും. ഇവർക്ക് മൊത്തത്തിൽ അതൊരു കോട്ടം തട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ മാറ്റാൻ പറ്റുന്ന സെൽഫ് ഡിക്ലറേഷൻ മാറ്റുക. ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ID കാർഡ് ഇപ്പോ നമുക്ക് ആധാർ കാർഡായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് ചിലപ്പോ ഈ വീട്ടിലൊന്നും അറിയാണ്ട് ചുമ്മാതെ വേഷം കെട്ടി ഇങ്ങനെ കുറച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവർക്കൂടെ അവര് സ്ത്രീയായിട്ട് ജീവിക്കുന്ന ആഗ്രഹം പൂർണ്ണമായിട്ട് ഇതിലേക്ക് വരിക. അല്ലാണ്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരിലേക്കും ഈ പ്രോബ്ലംസ് വരാണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അവരും ചിലപ്പോൾ സ്ത്രീയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അവര് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെയ്യാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊക്കെ മൊത്തം സ്ത്രീകളെ മാത്രം സംബന്ധിച്ചുകൊണ്ടുള്ള വിഷയമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി ഉള്ള ആൾക്കാർക്ക് അറിയാം മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവരൊരു പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ എന്താ പറയാ ഒരു കളിയാക്കിയും അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് മുദ്ര കുത്തിയും പറയാറുണ്ട് അങ്ങനെ. പക്ഷെ ആണുങ്ങളെ ഒരിക്കലും അങ്ങനെ സംസാരിക്കാറേ ഇല്ല. അവരുടെ എന്തോ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ആളുകൾ ശരിക്കും പറഞ്ഞ് ഇതിനെ കണ്ടേക്കുന്നത്. അപ്പോൾ ഇതിനോട് എന്താ പറയാനുള്ള? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ലേഡിയനെ ഒരു പുരുഷ വർക്ക് ചെയ്യുന്ന ആളിനെ ഒരു വർക്ക് ചെയ്യാത്ത ഒരു ട്രാൻസ്ജെൻഡറിനെ കൊണ്ട് നിർത്തിയെന്ന് വെച്ചോ. ആദ്യം വന്ന ആൾക്കാർ വന്ന് ചോദിക്കുക ഈ ട്രാൻസ്ജെൻഡറിനോടായിരിക്കും റേറ്റ് ചോദിക്കുന്നത്, പോകാവുന്നതും ഒക്കെ. പക്ഷെ ആ സ്ത്രീയോടും ചോദിക്കില്ല, ഈ ബോയോടും ചോദിക്കൂല. മനസ്സിലായില്ലേ? അപ്പൊ ഇവരുടെ ഒരു മുദ്ര കുത്തിയിരിക്കുകയാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് വേണ്ടിയിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. പക്ഷെ ഒരുപാട് കഴിവുകൾ തെളിയിച്ച് പല മേഖലയിലും ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഇവര് ബോധേഡാവുന്നില്ല. ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ടീച്ചർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, പിന്നെ ആക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇവര് അവരോട് ചോദിക്കില്ലേ? അപ്പൊ എന്താണ് ഇത് മനസ്സിലാക്കേണ്ടത്? ട്രാൻസ്ജെൻഡേഴ്സിനെ അവർ ലേബലിൽ കുത്തിയിരിക്കുകയാണ്, ചെയ്തവരായാലും ചെയ്യാത്തവരായാലും. പിന്നെ കൂടുതൽ ആൾക്കാർക്ക് പുരുഷ വേശ്യകളെ കുറിച്ച് അറിയില്ല. അത് കുറച്ച് ആൾക്കാർക്ക് അറിയത്തുള്ളൂ. അവര് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗമല്ല, നമ്മുടെ LGBTQI അല്ല, അല്ലാണ്ട് പുരുഷ വേശ്യകളുണ്ട്.
സ്ത്രീകളിൽ നിന്ന് പണം വാങ്ങിയിട്ട് അങ്ങോട്ട് പോയി കൊടുക്കുന്ന ആൾക്കാർ കേരളത്തിലൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ മറ്റ് സ്റ്റേറ്റുകളിലായിരുന്നു കൂടുതൽ ഉണ്ടായിട്ടുണ്ടെന്ന്. ഇപ്പോഴും കേരളത്തിലൊക്കെ ഒരുപാട് പുരുഷവേശികളൊക്കെയുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, ഇങ്ങനെ പോകുന്ന ആൾക്കാർ പോകുന്ന പൈസ വാങ്ങിയിട്ട് ലേഡീസിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ചെയ്ത് കൊടുക്കുന്ന അത് അവര് പുറത്ത് പറയാൻ പേഴ്സണലി അറിയുന്നു പറഞ്ഞോണ്ട് ചോദിച്ചതാ. ഇവരിത് പുറത്ത് പറയാൻ തയ്യാറാണോ? ആരാ ഈ മെയിൽ അവര് പുറത്ത് പറയാനായിട്ട് പബ്ലിക്കായിട്ട് പറയാൻ അവര് ബുദ്ധിമുട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ചാൻസ് കുറവായിരിക്കും. അവര് പോയ ഒരു തൊഴിലാക്കി എടുത്തിരിക്കുന്നതാണല്ലോ. അപ്പൊ അങ്ങ് പൈസ വാങ്ങിയിട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാനൊരു പുരുഷനാണെന്ന് ആരും പറയില്ലല്ലോ. ഇപ്പൊ എന്നോട് ചോദിക്കുന്ന ചിലപ്പോ എനിക്ക് ഏതെങ്കിലും സ്ത്രീകളെ പരിചയം ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കും എന്നുള്ള ലെവലായിരിക്കും അവർ ചോദിക്കുക. അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. പിന്നെ ഇവർക്ക് കണക്ഷൻ സ്ത്രീകളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവരുടെ കൂടുതൽ കസ്റ്റമേഴ്സ്. അതായിരിക്കും കൂടുതൽ വരിക. ഓക്കെ, ഇപ്പോ ട്രാൻസ്ജെൻഡേഴ്സിൽ ചെയ്യുന്ന ആൾക്കാര് അവരോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല നല്ല പണിക്കും മാന്യമായിട്ടുള്ള പണിക്ക് പോയിട്ട് ജീവിച്ചുകൂടെ എന്ന് പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? എന്ന് പറഞ്ഞ അതായത് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ജോലികൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ എല്ലായിടത്തേക്കും അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതായത് ആളുകൾ തഴയുകയാണ് അവരെ. അപ്പോൾ അങ്ങനെ അവർക്ക് ജീവിക്കാനും അല്ലെങ്കിൽ ജീവിതത്തിൽ സർവൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണെങ്കിലും ആളുകൾ ഇതിനെ അംഗീകരിക്കുന്നില്ല. അവരുടെ അവസ്ഥ കൊണ്ടിട്ട് പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് കയറുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ പറയാ, ആളുകൾക്ക് വെറുതെ നമുക്കിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക് പണിക്ക് വെക്കൂടെ, പക്ഷെ പണി കിട്ടുന്നില്ല എന്നുള്ളത് കറക്റ്റ് ആളുകൾക്ക് അറിയുന്നില്ല. അഥവാ പണി കിട്ടിയാൽ തന്നെ ഇപ്പൊ കൂടിപ്പോയ 20,000 രൂപ മാക്സിമം കിട്ടുന്ന വെച്ചോ, ആ 20,000 കൊണ്ട് ഒന്നും ചെയ്യാനില്ല. റെന്റ് കൊടുക്കണം 15,000 രൂപ. നമ്മള് പിന്നെ സർജറി ചെയ്യാത്തവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പൈസ സ്വരൂപിക്കണം. അവന് ഒരു 20 വർഷം കടന്ന് സ്വരൂപിച്ചാലും സർജറിക്കുള്ള എമൗണ്ടും കിട്ടൂല, അവരുടെ ജീവിതം മുന്നോട്ട് പോവില്ല അല്ലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കുറ്റം പറയുന്ന ആൾക്കാർ തന്നെയാണ് നൈറ്റ് വർക്ക് ചെയ്യുന്ന വിഭാഗത്തിന്റെ ആൾക്കാരുടെ അടുത്തോട്ട് ചെല്ലുന്നത്. എന്നിട്ട് മാറി നിന്ന് കുറ്റം പറയും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇവര് ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഈ പുരുഷന്മാർ എന്തുകൊണ്ട് ഇവരുടെ അടുത്ത് പോകുന്നു? സ്ത്രീകളെ കിട്ടില്ലേ? 2,500 രൂപ കൊടുത്താലും 3,000 കൊടുത്താലും സ്പാ സെന്ററിൽ കിട്ടില്ലേ? അല്ലാതെ ഇതിന് വേണ്ടിയിട്ടുള്ള സ്ത്രീകൾ അവരുടെ അടുത്ത് പോകുന്നില്ലല്ലോ. എന്തുകൊണ്ട്? ഇവരുടെ അടുത്ത് പോകുന്നോണ്ടാണല്ലോ ഇവർ വീണ്ടും വീണ്ടും അവിടെ പോയി നിൽക്കുന്നത്, പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിട്ട്. പിന്നെ മനസ്സിലാക്കേണ്ട, ഒരു ട്രാൻസ്ജെൻഡേഴ്സും സുഖത്തിന് വേണ്ടിയിട്ട് പോയി തെരുവിൽ നിൽക്കുന്നില്ല. ഒരുപാട് കച്ചറകളുടെ പ്രോബ്ലംസും പിന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നായാലും ഇത്രയും ഉറക്കൊഴിഞ്ഞൊക്കെ പോയി നിൽക്കണമെങ്കിൽ അവർ സൂഹിക്കാൻ പോയി നിൽക്കുന്നതാണ്. അല്ല, പൈസയുടെ ആവശ്യം കൊണ്ട് മാത്രമാണ് പോയി നിൽക്കുക. കുറച്ചുകൂടെ കഴിയുമ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എന്താ പറയാ ഇതാണ് ഉണ്ടായിട്ടുള്ള അപ്രോച്ചാണ് കുറച്ചുകൂടി കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പോലീസുകാരെന്തായിരിക്കും ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ കൂടുതൽ അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നത്? നോർമലി ഇപ്പോഴാണ് സത്യത്തിൽ പോലും ഈ നിയമപാലകർക്കാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് അവയർനെസ് കൊടുക്കേണ്ടത്. പക്ഷെ നേരത്തെ ഇവർക്ക് ബോധവൽക്കരണം ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഇവർക്ക് ബോധവൽക്കരണം കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് ഇവർ റോഡിൽ പോയി ചെയ്യാൻ നിൽക്കുന്നത്? സുഖത്തിന് വേണ്ടിയിട്ടല്ല, പൈസയ്ക്ക് വേണ്ടി. ഈ പൈസ എന്തിനാണ്? ജീവിക്കാനാണ്, ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ആഹാരം കഴിക്കാനും ഒരു പാർപ്പിടവും വേണ്ടിയിട്ടാണ് പുറത്തു പോയി നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സർജറി ചെയ്യാനും. അപ്പോൾ അവരെ കുറിച്ച് ഒരുപാട് ഇതിനു മുമ്പൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നൈറ്റ് നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അവർ പിടിച്ചുകൊണ്ട് പോകുക, അടിക്കുക. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഒരു കാലോളം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് വരുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഒരു വീട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് കാര്യത്തിൽ നമ്മൾ പോലീസിനെ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു ഹെൽപ്പും കാര്യങ്ങളും കിട്ടാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ, പിന്നെ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു അപ്രോച്ച് കിട്ടിയില്ല, അവരുടെ സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാ പിന്നെ സർവൈവ് ചെയ്യുക? പോലീസിന്റെ നമുക്കിപ്പോ ഒരു വീട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോലീസിന്റെ അടുത്ത് പോയി പറയാൻ പറ്റില്ല. അല്ല, പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവുന്ന ഒരു വീട് കിട്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഒരു ഇഷ്യൂസ്, ഞാനൊരു വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമുക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും ആവശ്യമുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ കുറെ അതിക്രമിച്ച് കയറുക, അല്ലെങ്കിൽ നമ്മളെ പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ ഹറാസ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ബോഡി ഷേമിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്ന ഇതൊക്കെ നിയമത്തിന്റെ ഭാഗമായിട്ട് നേരെ സ്റ്റേഷനിലോട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫറൻലി ആണ് പോലീസ് എങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. പക്ഷെ അവര് ട്രാൻസിനെ കുറിച്ച് ഒരു ബോധമില്ലാത്ത ആൾക്കാരാണ്, ഇവരെ കാണുന്നിടത്ത് അടിക്കുക പിടിക്കുക ചെയ്യുന്നവരാണെങ്കിൽ മിക്കവാറും അവരുടെ ഭാഗത്തായിരിക്കും നിൽക്കുക. അപ്പൊ നമ്മള് ഫർദർ
പോലീസ് സ്റ്റേഷനിൽ പിന്നെ എങ്ങോട്ടാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകേണ്ട പക്ഷെ ഇപ്പം അങ്ങനൊന്നും ഇല്ല. ഇപ്പം കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ എളുപ്പമാക്കിയിട്ടുണ്ട്. എപ്പം മുതലാണ് ഈ ഒരു ഈ കുറച്ചുകൂടി എളുപ്പമാവാൻ തുടങ്ങിയത്? സൊസൈറ്റിയിൽ ഇടപഴകാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി എളുപ്പമായി തുടങ്ങിയത് ഏതൊരു കാലഘട്ടം വന്നപ്പോഴാണ്? കാലഘട്ടം വെച്ചാൽ നമുക്ക് പോളിസി കിട്ടിയതിന് ശേഷമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പം ഉദാഹരണം എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 4-5 വർഷമായിട്ടേ ഉള്ളൂ വളരെ ഫ്രീ ആയിട്ട് ഇറങ്ങി, കളിയാക്കലും കുറ്റപ്പെടുത്തലുണ്ടെങ്കിൽ പോലും കുറച്ച് ഫ്രീ ആയിട്ട് ഇറങ്ങി നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് നടക്കാനും ഇഷ്ടമുള്ള രീതിയിൽ പോകാനൊക്കെ കുറച്ച് ഫ്രീഡം ആയത് ഇപ്പോൾ ഒരു 3-4-5 വർഷമായിട്ടേ ഉള്ളൂ. അതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പത്രങ്ങളിലും ടിവിയിലും എപ്പോഴും കാണാനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു മോഡലിങ്ങും അല്ലെങ്കിൽ ആക്ടിങ് ഫീൽഡും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് എന്താ പറയാ, അവിടെയും സർവൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങളോ കാര്യങ്ങളോ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടോ? മോശപ്പെട്ട അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ് ആണ്. ഇപ്പം എനിക്കിപ്പോൾ ഞാനിപ്പം അഭിനയിക്കാൻ പോകുന്നൊരു സിനിമയിലേക്ക് ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എന്തിൻ്റെ അടിസ്ഥാനം ആണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ചിലപ്പോൾ അതല്ല എന്ന് പറയുന്നത് വാദിച്ചിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അതല്ല, ഏത് മേഖലയിലാണെങ്കിലും എന്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം എന്നെ ഇപ്പോൾ ഒരു എവിടെ കോഴിക്കോട് കിടക്കുന്ന എന്നെ ഒരു ഫോർ എക്സാമ്പിൾ ആണ് കേട്ടോ, കോഴിക്കോട് കിടക്കുന്ന എന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. അപ്പം എന്നെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ അവരെന്നെ ദീപാറാണിനെ ഇഷ്ടപ്പെട്ടു, കാണാൻ നല്ല ഭംഗിയുണ്ട്, അതൊക്കെ ആയിരിക്കും സിനിമയിലേക്ക് എടുക്കാനുള്ള ചാൻസ്. ആ ക്യാരക്ടറിലുപരി അവർക്ക് ഇഷ്ടം കൊണ്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മളോട് അവർക്കൊരു അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നും. പക്ഷെ ചിലവർ തുറന്നു പറയില്ല. ചിലപ്പോ പക്ഷെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോ നമ്മൾ നടന്നു പോവാണ്, നടന്നു പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെ നോക്കി, നമ്മളൊരു സ്ത്രീയും പുരുഷൻ നടന്നു, പുരുഷൻ സ്ത്രീയെ കാണുമ്പോൾ നോക്കും, സ്ത്രീ പുരുഷനെ കാണുമ്പോൾ നോക്കും. ആ നോട്ടത്തിന് എണ്ണം കൂടുമ്പോഴാണ് പ്രശ്നം. ഒരു പ്രാവശ്യം നമ്മൾ കണ്ട് ആസ്വദിച്ചു പോയി, രണ്ടാമത് നോക്കുമ്പോഴാണ് അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി പിന്നെ ഫിലിം ഫീൽഡ് ആയാലും എവിടെ ആയാലും നമുക്ക് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല, അല്ലേ? അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഭേദം പറ്റില്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു മെന്റാലിറ്റി. പക്ഷെ എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ 1000 ബേബിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോയി ഡോറി മുട്ടിയാൽ അവർ തുറക്കുന്ന ആൾക്ക് പ്രൊഡക്ഷനൊന്നും അല്ലായിരുന്നു, നല്ല ടീമായിരുന്നു. പക്ഷെ നല്ലൊരു പ്രൊഡക്ഷൻ ആയിരുന്നു 1000 ബേബീൻ്റെ. പക്ഷെ അങ്ങനെ എനിക്ക് ദുരനുഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് മാനേജ് ചെയ്യും. ഇപ്പോൾ കാസ്റ്റിംഗ് കോള് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നോക്കാമെങ്കിൽ കുറേ ഫേക്ക് ആയാലും നോർമൽ അക്കൗണ്ട് ആയാലും നമുക്കിങ്ങനെ മോഡലിംഗ് എന്ന് പറഞ്ഞ ഫോട്ടോഷൂട്ട്, മോഡലിംഗ്, അല്ലെങ്കിൽ വെബ് സീരീസ്, സീരിയല്, പിന്നെന്താണ് സിനിമ എന്നൊക്കെ പറഞ്ഞ് വരും. പകുതി ഞാനത് ഇഗ്നോർ ചെയ്യാറാ പതിവ്. കാരണം ഈ 1000 ബേബി വന്നപ്പോൾ തന്നെ ഞാൻ ഫേക്ക് അക്കൗണ്ട് ആവാൻ എടുത്ത് കളഞ്ഞ വ്യക്തിയാണ്. പിന്നെ കുറേ മെസ്സേജ് വന്നതിന് ശേഷമാണ് അത് അക്സെപ്റ്റ് ചെയ്തത്. ചിലപ്പോൾ നല്ലതുണ്ടാകും, ചീത്തയുണ്ടാവും. ഇതിനകത്ത് അടിസ്ഥാനം നമ്മുടെ പിക്ക് അയച്ചു കൊടുക്കും എന്ന് പറയും. പിക്ക് അയച്ചു കൊടുക്കുമ്പോൾ കുറച്ച് സാരി എടുത്ത് അയച്ചു കൊടുക്കൂ. സാരി എടുക്കാൻ പറയും കുറച്ച് നിങ്ങളെ ഒരു സെക്സി ആയിട്ടുള്ള അയക്കൂ എന്ന് പറയും. പിന്നെ ഫോട്ടോഗ്രാഫർമാരെ വിളിച്ച് പറയും നമുക്ക് അങ്ങനെ ഊടായിട്ടുള്ള റൂമിൽ വെച്ചിട്ടുള്ള വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യാറുണ്ട്.